ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ഉഴുന്നുവടയും ഒരു തൈര് വടയും റെഡിയാക്കാം. ഇത് കണ്ടോ, നല്ല സൂപ്പർ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഉഴുന്നുവട റെഡിയാക്കിയെടുക്കാം. ഇതിന് ശേഷം ഇതെങ്ങനെയാണ് തൈര് വടയാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ഈ ഉഴുന്നുവടയും തൈര് വടയും റെഡിയാക്കി എടുക്കുന്നതിൻ്റെ ടിപ്സും ട്രിക്സും എല്ലാം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പം ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഈ തൈര് വട എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 240 ml 2 കപ്പോളം ഉഴുന്ന് ഒരു 4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. സാധാരണ ഇത് ചെറിയ മിക്സിയിലിട്ട് വെള്ളമൊക്കെ കുറച്ച് അല്ലെ വെള്ളം തൊടാതെ അരയ്ക്കണമെന്ന് പറയും. നമ്മളിത് സാധാരണ മിക്സിയുടെ വലിയ ജാറിലിട്ട് ഞാൻ ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിൻ്റെ ഉഴുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെയല്ല, ഉഴുന്നിൻ്റെ താഴെ നിൽക്കത്തക്ക വിധത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അരയ്ക്കാൻ നേരം നമുക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അരച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ മിക്സിയിൽ അരച്ച് വന്നപ്പം ഇടയ്ക്കൊരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ച് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കൈ ഉപയോഗിച്ചോ വിസ്ക് ഉപയോഗിച്ചോ ചെയ്യാവുന്നതാണ്. ഞാനിതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം, ചതച്ച കുരുമുളക് 1 ടേബിൾ സ്പൂണ്, 1/4 ടീസ്പൂണോളം കായം, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, കുറച്ച് കറി ലീഫ്, പിന്നെ ഒരു 1/2 കപ്പോളം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു 4-5 മിനിറ്റ് നല്ലപോലെ ഈ ഫോർക്കോ വിസ്കോ ഉപയോഗിച്ച് നിങ്ങളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചാണ് ഇത് ചേർത്ത് അരച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാനും ഇതുണ്ടായി വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വരുമ്പോൾ ആവശ്യത്തിന് ചേർക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ദോശയുടെ മാവ് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് നല്ലപോലെ നമ്മുടെ ബാറ്ററി റെഡി ആയോ എന്ന് അറിയാനായിട്ട് ഒരു ട്രിക്കുണ്ട്. അത് ഇതുപോലെ കുറച്ച് വെള്ളത്തിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത ബാറ്റർ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കണ്ടോ, അത് നല്ല ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാണ്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഈ വടയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ചമ്മന്തി റെഡിയാക്കാനായിട്ട് ഞാനൊരു 2 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 1 കപ്പ് തേങ്ങാപ്പീരയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനുള്ള താളിപ്പിനായിട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിലിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും, 2 വറ്റൽമുളകും, കുറച്ച് കറി ലീഫും, ഒരു 2 ചെറിയ ഉള്ളിയും കൂടി വഴറ്റിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. അങ്ങനെ നമ്മുടെ റെഗുലറായിട്ടുള്ള ഉഴുന്നുവടയ്ക്കുള്ള ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് വടയ്ക്കുള്ള ഒരു താളിപ്പ് ആദ്യം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, 1/4 ടീസ്പൂണോളം കടുക്, 1/2 ടീസ്പൂണോളം ഉഴുന്ന്, 2 വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴച്ചെടുക്കുന്നുണ്ട്. ഇതിന് ഈ തൈര് വട ഉണ്ടാകുമ്പോൾ നമുക്ക് ഇച്ചിരി കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. ഇനി ഇത് ഒരു 2 കപ്പ് തൈര് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അഡീഷണലായിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് നമ്മൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു തക്കാളി സീഡൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും, 1 ടേബിൾ സ്പൂണോളം മല്ലിയിലയും, 1 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തൈര് നല്ലപോലെ തണുത്ത തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ച ശേഷം ഉഴുന്നുവടയുടെ ഉഴുന്ന് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് കൈ വെള്ളത്തിൽ മുക്കിയ ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. തീയ ലോ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പുറം വശം കരിഞ്ഞു പോകും. ഇതുപോലെ നമ്മൾ തിരിച്ചു മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പം നമുക്ക് ഇത് ഒരു പേപ്പർ ടവലിലേക്ക് മാറ്റാം. ഇനി നമുക്ക് തൈര് വടയുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഈ ഉഴുന്നുവട ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക്
ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം, ചെറിയ ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്ത ഈ വെള്ളത്തിലേക്ക് ഈ ചൂടോടുകൂടി തന്നെ ഈ ഉഴുന്നുവട ഇട്ട് കൊടുക്കുവാണ്. ഒരു 2-3 മിനിറ്റോളം ഈ ഉഴുന്നുവട ഈ ചെറിയ ചൂടുവെള്ളത്തിൽ, ഉപ്പിട്ട ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് നല്ലപോലെ മുങ്ങിക്കിടക്കുന്ന പോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ഉഴുന്നുവടകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഈ ഉഴുന്നുവട ചെറുതായിട്ട് 2 കൈയുടെയും ഇടയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ തൈരിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ഉഴുന്നുവടകളും ഇതുപോലെ ഈ തൈരിൽ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അറ്റ്ലീസ്റ്റ് ഒരു 1 ഹവറെങ്കിലും ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞെടുക്കുമ്പം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള തൈര് വട റെഡിയായി കിട്ടും. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചൂടത്ത് കഴിക്കാനായിട്ട് സൂപ്പറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.